രാമക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് മുന്നോടിയായി പ്രധാനമന്ത്രി അയോധ്യയിൽ. അയോധ്യ വിമാനത്താവളത്തിന്റെയും അയോധ്യ ധാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെയും ഉദ്ഘാടനം നിർവഹിക്കും. അയോധ്യയിലേക്കുള്ള പുതിയ റോഡുകളുടെ ഉദ്ഘാടനവും അയോധ്യ ഗ്രീൻഫീൽഡ് ടൗൺഷിപ്പിന്റെ ശിലാസ്ഥാപനവും നടത്തും. 15,000 കോടിയുടെ അടിസ്ഥാന സൗകര്യ വികസന പദ്ധതികൾക്കും തുടക്കമിടും. कैसे अत्याधुनिक तकनीक का इस्तेमाल करते हुए इस नए टर्मिनल को बिल्कुल ग्रीन टर्मिनल के तौर पर विकसित किया गया है. कई सारे फेजेस में इसको और स्पेस का यूटिलाइजेशन बहुत ही जबरदस्त, क्योंकि जगह പദ്ധതികളുടെ ഉദ്ഘാടനത്തിന് മുന്നോടിയായുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ആവേശകരമായിരുന്നു. വലിയ ആഘോഷത്തിലാണ് പ്രധാനമന്ത്രിയെ അയോധ്യ സ്വീകരിച്ചത്. ഇപ്പോൾ റോഡ് ഷോ പുരോഗമിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അയോധ്യ വിമാനത്താവളത്തിന്റെയും മഹർഷി വാൽമീകി അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെയും അയോധ്യ ധാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെയും ഉദ്ഘാടനം ഇന്ന് നിർവഹിക്കും. ആദ്യം റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനമാണ്. അവിടെ അദ്ദേഹം ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അയോധ്യ ധാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരിക്കുകയാണ്. ഇന്ന് മറ്റ് റെയിൽ പദ്ധതികൾ പ്രധാനമന്ത്രി ഫ്ളാഗ് ഓഫ് ചെയ്യും. അമൃത് ഭാരത് ട്രെയിനുകളും 2 അമൃത് ഭാരത് ട്രെയിനുകളും ഇന്ന് നാടിന് ജനങ്ങൾക്ക് സമർപ്പിക്കും. റെയിൽവേ സ്റ്റേഷൻ ഉദ്ഘാടനം അല്പസമയം മുമ്പാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത്. അതിനു മുൻപ് വലിയ റോഡ് ഷോ, ആവേശകരമായ റോഡ് ഷോ അയോധ്യയിൽ ഉണ്ടായിരുന്നു. റോഡ് ഷോയായാണ് പ്രധാനമന്ത്രി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയത്. വിപുലമായ സംവിധാനങ്ങളോടെയാണ് റെയിൽവേ സ്റ്റേഷൻ അവിടെ ഒരുക്കിയിട്ടുള്ളത്. MG രേണുക ചേരുന്നു. രേണുക, ഇപ്പോൾ റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുന്നു. എപ്പോഴാണ് റോഡ് ഷോ അവസാനിച്ചത്? ഇപ്പോൾ മോദി എവിടെയാണുള്ളത്? അശ്വതി, ആദ്യ ഉദ്ഘാടന ചടങ്ങ് പൂർത്തിയായിരിക്കുകയാണ്. പ്രധാനമന്ത്രി അയോധ്യാധാം റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനം നിർവഹിച്ചിരിക്കുന്നു. നമുക്കറിയാം, ഏറെ സൗകര്യങ്ങളോട് കൂടിയാണ് അയോധ്യാധാം റെയിൽവേ സ്റ്റേഷൻ പുനരുദ്ധരിച്ചിരിക്കുന്നത്. അവിടെ അത്യാധുനിക സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. ആ റെയിൽവേ സ്റ്റേഷന്റെ ഉദ്ഘാടനമാണ് പ്രധാനമന്ത്രി നിർവഹിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി ആദ്യം ഉദ്ഘാടന ചടങ്ങിന് മുൻപോടിയായി അതിന്റെ സജ്ജീകരണങ്ങൾ എന്തൊക്കെ എന്നതിന്റെ ഒരു ചെറു രൂപം അവിടെ അദ്ദേഹം അത് കാര്യങ്ങൾ ചോദിക്കുകയും അവർ വിശദീകരിച്ച് നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അതിന്റെ ഉദ്ഘാടന ചടങ്ങുകൾ പ്രധാനമന്ത്രി നിർവഹിച്ചിരിക്കുന്നത്. അത്യാധുനിക സംവിധാനങ്ങളോട് കൂടിയാണ് റെയിൽവേ സ്റ്റേഷൻ പണി കഴിപ്പിച്ചിരിക്കുന്നത്. പഴയ റെയിൽവേ സ്റ്റേഷൻ രൂപം മാറ്റി കൂടുതൽ വിപുലീകരിച്ചുകൊണ്ടാണ് പുതിയ റെയിൽവേ സ്റ്റേഷന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിരിക്കുന്നത്. അത്യാധുനിക സംവിധാനങ്ങൾ, ലോകോത്തര നിലവാരത്തിലാണ് ഇപ്പോൾ റെയിൽവേ സ്റ്റേഷൻ പുനരുദ്ധരിച്ചിരിക്കുന്നത്. ഏതാണ്ട് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ പ്രതിവർഷം ഈ റെയിൽവേ സ്റ്റേഷനിൽ എത്തും എന്നതാണ് കണക്കാക്കപ്പെടുന്നത്. അവർക്ക് ഉന്നത നിലവാരത്തിലുള്ള അടിസ്ഥാന സൗകര്യം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടി ആവിഷ്കരിച്ച പദ്ധതികളുടെ ഉദ്ഘാടനമാണ് ഇപ്പോൾ പ്രധാനമന്ത്രി നിർവഹിച്ചിരിക്കുന്നത്. വലിയ സൗകര്യങ്ങൾ അവിടെ തീർത്ഥാടകരെ സംബന്ധിച്ചുണ്ട്. അവർക്ക് താമസിക്കാനുള്ള ഡോർമെട്രി സംവിധാനം ഉൾപ്പെടെ ഈ റെയിൽവേ സ്റ്റേഷനിനുള്ളിൽ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്. ലിഫ്റ്റുകൾ, എക്സ്കലേറ്ററുകൾ, ശിശു പരിപാലന കേന്ദ്രം, ആരോഗ്യ പ്രശ്നങ്ങൾ നേരിട്ടാൽ തീർത്ഥാടകർക്ക് ഡോക്ടർമാരുടെ സേവനങ്ങൾ ഉറപ്പുവരുത്തുന്നതിന് 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന സംവിധാനം ഉൾപ്പെടെ അവിടെ ക്രമീകരിച്ചിരിക്കുന്നു. ഒപ്പം പൂജാദ്രവ്യങ്ങളും മറ്റും വാങ്ങുന്നതിനും ശേഖരിക്കുന്നതിനും ഒക്കെ തീർത്ഥാടകർക്ക് സൗകര്യപ്രദമായ രീതിയിലാണ് ഈ റെയിൽവേ സ്റ്റേഷൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പ്രധാനപ്പെട്ട 2
ട്രെയിൻ സർവീസുകളുടെ ഫ്ലാഗ് ഓഫ് ചടങ്ങ് കൂടി പ്രധാനമന്ത്രി ഇന്ന് നിർവഹിക്കുന്നുണ്ട്. അതിൽ ഒന്ന് അമൃത് ഭാരത് എക്സ്പ്രസ് ട്രെയിനിന്റെ ഉദ്ഘാടനമാണ്, മറ്റൊന്ന് 6 വന്ദേ ഭാരത് ട്രെയിനുകളുടെ ഉദ്ഘാടനമാണ്. അതിൽ വന്ദേ ഭാരത് ട്രെയിൻ, ഡൽഹി അയോധ്യ വന്ദേ ഭാരത് ട്രെയിനിന്റെ ഫ്ലാഗ് ഓഫ് ചടങ്ങ് പ്രധാനമന്ത്രി നിർവഹിക്കും. മറ്റ് വന്ദേ ഭാരത് ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫ് ചടങ്ങ്, മറ്റ് നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന വന്ദേ ഭാരത് ട്രെയിനുകളുടെ ഫ്ലാഗ് ഓഫ് ചടങ്ങ് പ്രധാനമന്ത്രി ഓൺലൈനായിട്ടാകും നിർവഹിക്കുക. ഇപ്പോൾ അദ്ദേഹം അവിടെ ട്രെയിനിന്റെ ഫ്ലാഗ് ഓഫ് ചടങ്ങിനായി എത്തുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണ്. ട്രെയിനിനുള്ളിലുള്ള യാത്രക്കാരോട് അദ്ദേഹം കുശലാന്വേഷണങ്ങൾ നടത്തുന്ന ദൃശ്യങ്ങൾ കൂടി വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രധാനമന്ത്രി കുട്ടികളുമായിട്ടൊക്കെ ആശയവിനിമയം നടത്തുകയാണ്. നേരത്തെ അയോധ്യ വിമാനത്താവളത്തിലെത്തിയ പ്രധാനമന്ത്രിക്ക് ഗവർണർ ആനന്ദിബെൻ പട്ടേലും ഒപ്പം മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥും ചേർന്നാണ് വലിയ സ്വീകരണം ഒരുക്കിയത്. അതിനുശേഷം വിമാനത്താവളത്തിൽ നിന്ന് റോഡ് ഷോയായാണ് പ്രധാനമന്ത്രി ഈ ഉദ്ഘാടനം നടക്കുന്ന അയോധ്യാധാം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയത്. വളരെ ആവേശകരമായ ഊഷ്മളമായ സ്വീകരണമാണ് പ്രധാനമന്ത്രിക്ക് അയോധ്യയിൽ ലഭിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാഹനം വ്യൂഹം കടന്നുപോയ 15 കിലോമീറ്റർ ദൂരം, അതിന് ആ റോഡിന് ഇരുവശവും വലിയ ജനക്കൂട്ടം ഉണ്ടായിരുന്നു. 10,000 തടിച്ചുകൂടിയിട്ടുണ്ടായിരുന്നു. അവർ പുഷ്പവൃഷ്ടിയോടെയാണ് പ്രധാനമന്ത്രിയെ സ്വീകരിച്ചത്. ഒപ്പം വിവിധ കലാരൂപങ്ങൾ, അതിന്റെ പ്രകടനവും റോഡിന് ഇരുവശവും ഉണ്ടായിരുന്നു. പ്രധാനമന്ത്രി വാഹനത്തിന് പുറത്തിറങ്ങി ജനങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ടാണ് കടന്നുപോയത്. ഇപ്പോൾ അദ്ദേഹം ഫ്ലാഗ് ഓഫ് ചെയ്യുന്ന ട്രെയിനുകൾക്കുള്ളിൽ കടന്നിരിക്കുന്നു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അദ്ദേഹത്തിനൊപ്പമുണ്ട്. അവിടെയുള്ള കുട്ടികളുമായും മറ്റുമൊക്കെ അദ്ദേഹം ആശയവിനിമയം നടത്തുകയാണ്. അല്പസമയത്തിനകം തന്നെ ഫ്ലാഗ് ഓഫ് ചടങ്ങുകൾ നടക്കും. അശ്വതി, രേണുക, 240 കോടി രൂപ ചെലവാണ് ഈ അയോധ്യാധാം ജംഗ്ഷൻ എന്ന് പേര് മാറ്റിയ റെയിൽവേ സ്റ്റേഷന് ആയി മുടക്കിയിട്ടുള്ളത്. അത്രത്തോളം സൗകര്യങ്ങൾ ആ റെയിൽവേ സ്റ്റേഷനിലുണ്ട്. അതിലുപരി രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാപനത്തിന് മുന്നോടിയായി നവീകരിച്ചു എന്ന പ്രത്യേകതയുള്ളത് കൊണ്ട് തന്നെ രാമക്ഷേത്രത്തിന് സമാനമായ രൂപകൽപ്പന ഈ റെയിൽവേ സ്റ്റേഷന്റേതും അങ്ങനെ തന്നെയാണ് എന്നുള്ളതും വളരെ പ്രത്യേകതയല്ലേ? അതായത് ഈ റെയിൽവേ സ്റ്റേഷൻ തന്നെ കാണാനുണ്ട്, ഒരു മ്യൂസിയം പോലെ എന്ന് വേണ്ട മനസ്സിലാക്കാൻ. തീർച്ചയായും അശ്വതി, റെയിൽവേ സ്റ്റേഷൻ ആയാലും വിമാനത്താവളമായാലും അതൊക്കെ ഈ രാമക്ഷേത്രവുമായി വളരെയധികം ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെയാണ് പറയേണ്ടത്. നമുക്ക് ഈ അയോധ്യാധാം റെയിൽവേ സ്റ്റേഷന്റെ പുറം കാണുമ്പോൾ തന്നെ അത് ക്ഷേത്രവുമായി വളരെ സമാനതകളുള്ള രൂപകൽപ്പനയാണ് അതിന് നൽകിയിരിക്കുന്നത്. ഒപ്പം ഈ മഹർഷി വാൽമീകി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് വന്നാൽ അതിന്റെ ഉൾഭാഗങ്ങൾ മുഴുവൻ രാമനുമായി ബന്ധപ്പെട്ട കഥകൾ, അതിന്റെ ചിത്രങ്ങൾ അതും ഉപയോഗിച്ച് അലങ്കരിച്ചിരിക്കുന്നു. അങ്ങനെ ആ രാമനെ മനസ്സിലാക്കുന്ന, രാമനെ അറിയുന്ന തരത്തിലുള്ള ചുമർ ചിത്രങ്ങളും മറ്റ് അലങ്കാരങ്ങളുമാണ് വിമാനത്താവളത്തിൽ ഉടനീളം കാണാൻ കഴിയുക. റെയിൽവേ സ്റ്റേഷന്റെ കാര്യം അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ അതിന്റെ പുറം ചട്ടയാകെ അതിനോട് സാമ്യമുള്ള തരത്തിലാണ്. നമുക്ക് ഈ റോഡ് ഷോയിൽ ഉൾപ്പെടെ നോക്കുകയാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ കടന്നുപോയ ഇടങ്ങളിലൊക്കെ രാമന്റെ വലിയ കട്ടൗട്ടുകളുണ്ട്, പ്രധാനമന്ത്രിയുടെ വലിയ പോസ്റ്ററുകളുണ്ട്. ഒപ്പം ഈ തടിച്ചുകൂടിയ 10,000 ജനങ്ങൾ അവർ രാമ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട്, ആ രീതിയിലുള്ള ഗീതങ്ങൾ ഉരുവിട്ടുകൊണ്ട് വലിയ പ്രാർത്ഥനയിലായിരുന്നു ആ റോഡിന് ഇരുവശവും അണിനിരുന്നത്. അങ്ങനെ രാമസൂക്തങ്ങളാൽ, മന്ത്രങ്ങളാൽ മുഖരിതമാണ് അയോധ്യ